സഹോദരങ്ങളെ, ദൈവം അഭിഷക്തന്മാരെ മാനിക്കുന്ന വർഷമാണ് 2026. കലത്തിലെ മാവ് തീർന്നു, ഭരണിയിലെ എണ്ണ വറ്റി. ദൈവം ഏലിയാവിനെ അയച്ചു. എണ്ണ കല്ലിൽ തേച്ച് അപ്പമുണ്ടാക്കി സന്തോഷത്തോടെ ഏലിയാവിന് കൊടുത്തു. ഏലിയാവ് ഭക്ഷിച്ചു, കുടുംബത്തെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അഭിഷേകമുള്ള അഭിഷക്തന്മാർ കുടുംബത്തിനകത്ത് കാലു ചവിട്ടിയാൽ, ദേശങ്ങളിൽ കാലു ചവിട്ടിയാൽ, രാജ്യങ്ങളിൽ കാലു ചവിട്ടിയാൽ ദാരിദ്ര്യം മാറുമെന്നും സൗഖ്യങ്ങൾ സംഭവിക്കുമെന്നും മരണം മാറിപ്പോകുമെന്നും മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും എന്നും പരിശുദ്ധാത്മാവിലൂടെ ദൈവം തെളിവിക്കുന്ന വർഷമാണ് 2026. ദൈവം ശാലോൻ രാജാവിനെ അനുഗ്രഹിച്ചു. ശാലോൻ രാജാവ് അബ്രഹാമിനെ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാക്കി വച്ചു. പരിശുദ്ധാത്മ പറയുന്നു, ഭൂമിയെ വാഴാൻ, ഭൂമിയെ അടക്കി ഭരിപ്പാൻ, ഭൂമിയിലുള്ള പൈശാചികങ്ങളെ കൺട്രോൾ ചെയ്യത്തക്ക നിലവാരത്തിൽ ക്രിസ്തുവിൻ്റെ പവറുള്ള അഭിഷക്തന്മാരെ അധികാരിയാക്കി ദൈവം വയ്ക്കും. ട്രിവാൻഡ്രത്തെ പരിശുദ്ധാത്മാവിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രവചന ദൂത് പറയാം. തിരുവനന്തപുരത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തിക്കായി പരിശുദ്ധാത്മാവ് ചിലരെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. കേരളത്തിൻ്റെ 14 ജില്ലയെ ചലിപ്പിക്കുന്ന, ഭാരതത്തെ ചലിപ്പിക്കുന്ന, സംസ്ഥാനങ്ങളെ ചലിപ്പിക്കുന്ന അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് അപ്പോയിൻമെൻറ്റ് ചെയ്യും. ക്രിസ്തുവിനെ പോലെ പ്രകാശിക്കുന്ന ട്രാൻസ്പറൻ്റാക്കി, ക്രിസ്തുവിൻ്റെ പകരക്കാരനാക്കി, ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് സൂപ്പർ നാച്ചുറലാക്കി പരിശുദ്ധാത്മാവ് ചിലരെ അപ്പോയിൻമെൻറ്റ് ചെയ്യും. അഭിഷക്തന്മാരെ, നിങ്ങളെ മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവ് വേൾഡ് തലത്തിലാക്കി മാറ്റും. അഭിഷക്തന്മാരുടെ കുടുംബങ്ങളെ മാനിക്കും. ദൈവസഭകളെ മാനിക്കുന്ന